ഈ രാവിലെ സമയം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവവചനം അയച്ച് സൗഖ്യം നൽകപ്പെടുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട്. സങ്കീർത്തനം 107:20 നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അപകടകരമായ തലത്തിൽ കിടക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ വചനം അയക്കപ്പെട്ടാൽ അത്ഭുതകരമായ ഒരു വിടുതൽ അവിടെ ലഭിക്കപ്പെടുകയാണ്. ഇന്ന് രാവിലെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വചനം അയക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ തലമുറയിലേക്ക്, നിങ്ങളുടെ സാമ്പത്തികമായ മേഖലകളിലേക്ക്, നിങ്ങളുടെ ശാരീരികമായ സൗഖ്യത്തിലേക്ക് ഈ വചനം അയക്കുകയാണ്. ഞാൻ എൻ്റെ വചനം അയച്ച് നിങ്ങളെ സൗഖ്യമാക്കും. സ്തോത്രം. എൻ്റെ വചനം ഞാൻ അയച്ചാൽ അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ നിവർത്തിക്കാതെ മടങ്ങി വരത്തില്ല എന്നുള്ളതാണ് നമുക്ക് യെശയ്യാ പ്രവചനം 55-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞാൽ വചനം അയക്കപ്പെട്ടോ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ സമയത്ത് രോഗികളായിട്ടുള്ള ഭാരത്തിൽ അനുഭവിക്കുന്ന ആ വ്യക്തികളാണോ ഈ വചനം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യം കൽപ്പിച്ചിരിക്കുന്നത് വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ, വലിയ ചേഞ്ച് നടക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ഏത് മേഖലയിൽ, ലോകത്തിൻ്റെ ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, ഈ വചനത്തിന് നിങ്ങളെ സൗഖ്യമാണ്. കാരണം ആ തിരുവെഴുത്ത് പറയുന്നത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വചനമെന്നാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വചനം അത് നിവൃത്തിയാകുമെന്നാണ് കർത്താവിൻ്റെ വായ്മൊഴികൾ. മാത്രമല്ല അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. സങ്കീർത്തനം 147 15-ാമത്തെ വാക്യം പറയാണ്, അവൻ്റെ വചനം അതിവേഗം ഓടുകയാണ്. ചില പ്രവർത്തികൾ ചെയ്യുവാൻ, ചില രോഗികളെ സൗഖ്യമാക്കുവാൻ, ചില പൈശാചികമായ ബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവത്തിൻ്റെ വചനം അതിവേഗത്തിൽ ഓടുകയാണ്. ആർക്കും അതിനെ തടയുവാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ ഒരു ശക്തിക്കും തടയുവാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി ഒരു വചനം ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ആ വചനം നിവൃത്തിയാകുകയും ആ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്ത് ആമേൻ ദൈവമഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യും. അതിനെ തടയാൻ ആരെ കൊണ്ടും പറ്റുകയില്ല. ഇനി പ്രസംഗിക്കുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ലോകത്തിൻ്റെ ശക്തികളായാലും രാഷ്ട്രീയ മേഖലകളായാലും ആമേൻ ഈ ദൈവവചനത്തെ തടയാൻ ഇന്ന് ഈ ഭൂലോകത്തിൽ ഒരു മേഖലകൾക്കും കഴിയത്തില്ല എന്ന് നാം തിരിച്ചറിയും. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് നിങ്ങൾക്ക് ഈ വചനം ഞാൻ അയക്കുകയാണ്. എന്താണെന്നറിയാമോ? നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. എൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യം കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തെ മാറ്റങ്ങളിലേക്ക് നടത്തട്ടെ. തിരുവെഴുത്തിൽ പറയുന്നത് ഇങ്ങനെയാണല്ലോ: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്, ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, സന്ധികളെയും മജ്ജകളെയും പ്രാണനെയും ആത്മാവിനെയും വേർപെടുത്തും വരെ തുളച്ച് ചെല്ലുന്നതാണ്. കണ്ടോ? അപ്പോൾ അത്രമാത്രം ആ വചനത്തിൻ്റെ മഹത്വം വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ ആമേൻ ഏത് മേഖലയിലാണെങ്കിലും ഈ വചനം നിങ്ങൾക്ക് വിടുതലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വചനം അയച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ നിങ്ങൾക്ക് വലിയ വിടുതൽ നൽകട്ടെ, വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളായി മാറട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത് ചെയ്യുവാൻ മതിയായവനാണ്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീരട്ടെ.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തിയുടെയും അടുക്കിലേക്ക് അങ്ങയുടെ വചനത്തിന് ശക്തി അയക്കണമേ. ആമേൻ. വചനം അയച്ച് ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, വചനത്തിന് ശക്തി വലിയ വിടുതലായി മാറട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. ആമേൻ. മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ന്യൂ ഹോപ്പ് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ആമേൻ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.